വെൽക്കം ടു SB കിച്ചൺ. ഇന്നിവിടെ ഞങ്ങൾ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ പാനിപൂരി. പൂരിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. 3 കപ്പ് റവ, 1 കപ്പ് മൈദപ്പൊടി, 1.5 കപ്പ് ചൂടുവെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് റവ ഇട്ട് കൊടുത്ത് ഇനി മൈദപ്പൊടിയും ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്നിനി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കുഴച്ചെടുക്കാം. ഇനി ഇത് കയ്യിനെ കൊണ്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നല്ലതായി കുഴച്ച് എടുക്കുക. ഇത് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 25 മിനിറ്റ് മൂടി വെക്കാം. ഇനി നമുക്ക് തീക്കാപ്പാനി തയ്യാറാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത്, 1/4 കപ്പ് പുതിനയില, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5 ടേബിൾ സ്പൂൺ പുളിവെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം. ഇതൊക്കെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം. അങ്ങനെ ഇവിടെ തീക്കാപ്പാനി റെഡി ആയിരിക്കുന്നു. ഇത് മാറ്റി വെച്ച് നമുക്ക് പൂരിക്കുള്ളത് പരത്തിയെടുക്കാം. മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി 3 പാർട്ടാക്കി എടുത്ത് പരത്തിയെടുക്കാം. ഇതിനെ നമുക്കിനി പരത്തി എടുക്കാം. ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൗണ്ടിൽ ഇതേ അളവിൽ മുറിച്ച് എടുക്കാം. ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. ഈ തടിയെ ആവശ്യമുള്ളൂ. ഇതുമാതിരി. ഇതിനി ഓരോന്നായി എടുത്ത് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. കടായി അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് പരത്തി വെച്ച പൂരി ഇട്ട് പൊരിച്ചെടുക്കാം.
ഇതുപോലെ പൂരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോരീനെ കൊണ്ട് ഒന്ന് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പൊന്തി വരും. ഇതുപോലെ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ പൂരി നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഖട്ടാ മീത്ത പാനി റെഡിയാക്കാം. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത്. 1/2 കപ്പ് പുളിയുടെ വെള്ളം, പിന്നെ 1 കപ്പ് ഈത്തപ്പഴം, 1 കപ്പ് ശർക്കര, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 2 കപ്പ് വെള്ളം. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്കിനി ഈത്തപ്പഴം, ശർക്കര, പിഴിഞ്ഞു വെച്ച പുളിയുടെ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി ഇനി ഇതിലേക്ക് മുളക് പൊടി, ജിഞ്ചർ പൗഡർ, ജീരകപ്പൊടി, മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇതൊക്കെ ഒന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് 10 മിനിറ്റ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെയാണ് വേണ്ടത്. ഇനി അടുത്ത് നമുക്ക് പാനിപൂരിയുടെ മസാല തയ്യാറാക്കാം. ഇനി നമുക്ക് പൊട്ടറ്റോ മസാല തയ്യാറാക്കാം. അതിനായി 3 പൊട്ടറ്റോ വേവിച്ച് പൊടിച്ചെടുത്തത്, 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി ഇത് എല്ലാം മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ മസാല റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് പാനിപൂരി റെഡിയാക്കാം, സെർവ് ചെയ്യാം. ഇനി നമുക്ക് പാനിപൂരി സെർവ് ചെയ്യാം. അങ്ങനെ ഇവിടെ പാനിപൂരി റെഡിയായിരിക്കുന്നു. ഇത് നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.